കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കടുവ ഇറങ്ങിയതായി സംശയം. രാത്രി 7 മണിയോടെ കടുവ ബൈക്ക് യാത്രക്കാർക്ക് മുന്നിലേക്ക് ചാടി എന്നാണ് വിവരം. കടുവ ഇറങ്ങിയെന്ന വിവരത്തെ തുടർന്ന് വ്യൂ പോയിന്റിലെത്തിയവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്ത് RRT സംഘം പരിശോധന നടത്തുകയാണ്. പരിശോധനയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. നേരത്തെ ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിൻ്റെ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ള കാര്യം തേടാം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, പുതിയ വിവരങ്ങൾ. രാഹുൽ, ശ്രീജിത്ത്, താമരശ്ശേരി ചുരത്തിൽ RRT സംഘത്തിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വ്യൂ പോയിന്റിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന യാത്രക്കാരെ അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ മുൻകരുതൽ നടപടി സ്വീകരിക്കണം. വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങി വഴിയരികിൽ ഉൾപ്പെടെ നിൽക്കാൻ പാടില്ല എന്നാണ് വനംവകുപ്പ് സംഘം അറിയിച്ചിട്ടുള്ളത്. വനംവകുപ്പിന്റെ പരിശോധന രാത്രിയിലും തുടരാൻ തന്നെയാണ് തീരുമാനം. പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗും താമരശ്ശേരി ചുരത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. രാത്രി 7 മണിയോടുകൂടിയാണ് എട്ടാം വളവിനും 9-ാം വളവിനും ഇടയിൽ കടുവയെ കണ്ടതായുള്ള വിവരങ്ങൾ ഫോറസ്റ്റിന് ലഭിച്ചത്. ബൈക്കിന് മുന്നിലേക്ക് കടുവ എടുത്തു ചാടുകയും തുടർന്ന് കാട്ടിലേക്ക് നടന്നുപോയി എന്നുമാണ് യാത്രക്കാർ ഫോറസ്റ്റിനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RRT സംഘം പരിശോധന നടത്തിയത്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ അവിടെ കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്ത് നേരത്തെയും കടുവ ഇറങ്ങിയതാണ്. 10 മാസം മുമ്പ് കടുവ ഇതേ പ്രദേശത്ത് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് യാത്രക്കാർ പറയുന്ന കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും RRT സംഘത്തിന്റെ പരിശോധന പ്രദേശത്ത് തുടരുകയാണ്. ശ്രീജിത്ത്, ശരി. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.